can discuss about drugs used in CPR and emergencies. ഇപ്പോൾ CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ബേസിക് ലൈഫ് സപ്പോർട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ CPR ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നോർമൽ കാർഡിയോ പൾമണറി ഫങ്ഷനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ CPRൽ ചെയ്യുന്നത് ഇതൊരു എമർജൻസി പ്രൊസീജിയർ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. We will combine chest compression with artificial ventilation in an effort to preserve the oxygenation to the heart, lungs and brain until further measures are taken to restore spontaneous blood circulation and breathing. സാധാരണഗതിയിൽ ബ്രീത്ത് എടുക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഇല്ലാത്ത ആൾക്കാർക്കോ ആണ് നമ്മൾ സാധാരണഗതിയിൽ ഇത് കൊടുക്കാറുള്ളത്. ഹാർട്ട് റേറ്റ് ഇല്ലാത്തവർക്കൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. ബ്രീത്ത് എടുക്കാത്ത ആൾക്കാർക്കാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ അലോങ് വിത്ത് ഇത് ബാക്കിയുള്ള പ്രോസസ്സും കൂടി കുറച്ചൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ബേസിക് ലൈഫ് സപ്പോർട്ട് ഫോർ ദ പർപ്പസ് ടു റിസ്റ്റോർ ദ നോർമൽ കാർഡിയോ പൾമണറി ഫങ്ഷൻ. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് കാർഡിയ ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്, ACLC എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് എയ്ഡിൻ്റെ ഒക്കെ കൂടെ നമ്മൾ പറയുന്നതാണ് BLSഉം ACLS എന്ന് പറയുന്നതും, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു എമർജൻസി വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ് BLS എന്ന് പറയുന്നത്. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന് നമ്മളെ റെസ്പിറേഷനും സർക്കുലേഷനും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ACLS അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നതൊന്നുമല്ല. 5000 BC മുതൽ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹിസ്റ്ററി പറയുന്നത്. ദെൻ 3000 BC വെന്റിലേഷൻ തുടങ്ങിയിട്ടുണ്ട്. 1780 ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ന്യൂ ബോൺ റെസിസിനേഷൻ ബൈ ബ്ലോയിങ്. 1874 ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ കാർഡിയാക് മെസ്സേജ്. 1901 first successful direct cardiac message in man. Then 1946 first experiment indirect cardiac massage and defibrillation. 1960 indirect cardiac massage. 1980 development of cardiopulmonary resuscitation due to the work of Peter Safer. ഈ പറഞ്ഞ ആളാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1980 തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, now let's see what are the stages of resuscitation. എന്താണ് നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടത് എന്നുള്ളത് ഇതിലിപ്പോൾ നമുക്ക് തിയറി പഠിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എയർവേസ് ബ്ലോക്ക് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സോ യു ഹാവ് ടു എൻഷുർ ഓപ്പൺ എയർവേസ് ബൈ പ്രിവെൻറ്റിംഗ് ഫാളിംഗ് ഓഫ് ബാക്ക് ഓഫ് ടങ് ആൻഡ് ട്രക്കിയൽ ഇൻറ്റ്യൂബേഷൻ ഇഫ് പോസിബിൾ. നാവ് പുറകോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലപ്പോഴും കളിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഫുട്ബോൾ പ്ലെയർ, നിങ്ങൾ ചിലപ്പോൾ കളി അത് സ്റ്റോറി കേട്ടിട്ടുണ്ടാവും, സ്റ്റോറിയല്ല നടന്ന സംഭവമാണ്. കൂടെയുള്ളൊരു പ്ലെയർ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവരുടെ ലൈഫ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ആളുടെ നാവാണ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എയർവേ ബ്ലോക്ക് ആവുക. സോ ആദ്യം തന്നെ ഈ ഫാളിംഗ് ബാക്ക് ഓഫ് ടങ് ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ട്രക്കിയൽ ഇൻറ്റ്യൂബേഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് ഈസ് ബ്രീത്തിങ്. നമുക്ക് ബ്രീത്തിങ് ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഐദർ മൗത്ത് ടു മൗത്ത് ഓർ മൗത്ത് ടു നോസ് ടെക്നിക്. ഇതിലേതെങ്കിലും ഒന്നായിട്ടാണ് നമ്മൾ കൊടുക്കുക ബ്രീത്തിങ് എന്ന് പറയുന്നത്. ദെൻ സർക്കുലേഷൻ. സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ എക്സ്റ്റേണൽ കാർഡിയാക് മസാജ് ഓർ മാനുവൽ ഹാർട്ട് കംപ്രഷൻ. നമ്മൾ CPRൽ ചെയ്യുന്ന പോലെ കൈ കൊണ്ട് അമർത്തിയിട്ടോ അല്ലെങ്കിൽ കാർഡിയാക് മസാജ് കൊടുക്കാനുള്ള എക്യുപ്മെൻറ്റ്സുകൾ കയ്യിലുണ്ടെങ്കിലോ നമുക്ക് സർക്കുലേഷൻ റീസ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഗോ ഫോർ ദ ഡ്രഗ്സ് ആൻഡ് ഡീഫിബ്രിലേഷൻ. ഡീഫിബ്രിലേഷൻ എന്ന് പറയുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡീഫിബ്രിലേറ്റേഴ്സുകൾ യൂസ് ചെയ്യാം. വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ പോലെയുള്ള കണ്ടീഷൻസുകളാണെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഡീഫിബ്രിലേഷൻ പ്രോസസ്സാണ്. ദെൻ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദ കമ്പോണൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. Then we have to establish the oxygen administration to correct hypoxia. ബോഡിയിൽ ഓക്സിജൻ്റെ ലെവൽ കുറവാണെങ്കിൽ അതിന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജനേഷൻ കൊടുക്കേണ്ടി വരും. Then establish IV line to administer the drug. Different
കണ്ടീഷൻ അനുസരിച്ച് ഏത് ടൈപ്പ് ഡ്രഗ്സുകളാണ്, ആ ഡ്രഗ്സ് ഏതാണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് കണ്ടീഷനാണെന്നുള്ളതിനനുസരിച്ച് ഡ്രഗ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ഇലക്ട്രോ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം മോണിറ്ററിങ്, ദെൻ എൻഡോട്രക്കിയൽ ഇൻറ്റ്യൂബേഷൻ ഇഫ് റിക്വയർഡ്. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പിറേഷൻ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻഡോട്രക്കിയൽ ഇൻറ്റ്യൂബേഷൻ ഇട്ടിട്ടായിരിക്കും പിന്നെ ഫർദർ ആയിട്ട് റെസ്പിറേഷൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് resuscitation. Now coming to the specific drugs used in CPR and emergencies. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ക്ലിനിക്കിലോട്ട് വരുന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ നമ്മൾ സ്ഥിരമായിട്ട് എടുത്തു വെക്കുന്ന ഡ്രഗ്സുകളും CPR ചെയ്യുന്ന സമയത്ത് CPRനോട് കൂടെ കൊടുക്കേണ്ട ഡ്രഗ്സുകളുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രഗ് ഈസ് അഡ്രിനാലിൻ. അപ്പോൾ ഇവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഏതാണ് ഡ്രഗ്, ഏത് റൂട്ടിൽ എത്ര ഡോസിലാണ് കൊടുക്കാനുണ്ടാവുക എന്നുള്ളത്, ഇനി എന്ത് കണ്ടീഷൻസിലാണ്, എന്ത് ഇൻഡിക്കേഷൻസ്, എന്ത് കണ്ടീഷൻ വരുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണ് ഈ ഒരു ഡ്രഗ് കൊടുക്കുന്നത് എന്നുള്ളത്, ദെൻ അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ മുന്നേ പല ക്ലാസിഫിക്കേഷൻസിലായിട്ട് പഠിച്ചതാണ്. അഡ്രിനാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനർജിക് ഡ്രഗ്സിലുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഡ്രഗാണ്. ബോഡിയിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള അഡ്രീനൽ കോർട്ടക്സ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലായിട്ട് സാധാരണ കൊടുക്കുക ഇങ്ങനത്തെ കണ്ടീഷൻ പൾസ്ലെസ് റിതം ആയിട്ടുള്ള പേഷ്യൻറ്റിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിത് കൊടുക്കുക 1 mg IV ആയിട്ടാണ് 3 to 5 minutes ഇൻ്റർവെല്ലിൽ ആളെ തിരിച്ച് റിതം അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് പൾസ് കിട്ടുന്നത് വരെ കൊടുക്കുക എന്നുള്ളത്. അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻസിൽ മാത്രം കൊടുക്കുന്നതാണ് അഡ്രിനാലിൻ. അല്ലെങ്കിൽ 2 to 5 milligram IV ബൈ ETT. ഓക്കെ, ഇതിൽ ആദ്യ സമയങ്ങളിലൊക്കെ ഈ പറയുന്ന അഡ്രിനാലിൻ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രാ കാർഡിയാക് ഇഞ്ചക്ഷൻ ആയിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മളത് യൂസ് ചെയ്യാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് പെർഫ്യൂഷൻ, മയോകാർഡിയത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യിക്കുക, ആൻഡ് ആൾസോ ടു ദ ബ്രെയിൻ ബൈ ഇൻക്രീസിങ് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ്. So that is the action, indication and routes and dose of adrenaline. Next drug is noradrenaline. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡ്രഗാണ് നോറഡ്രിനാലിൻ എന്ന് പറയുന്നത്. 2 to 4 microgram per minute എന്നുള്ള രീതിയിൽ IV ആയിട്ടാണ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. പേഷ്യൻ്റ് ഹൈപ്പോടെൻഷനിലാണ്, എമർജൻസിയിലുള്ള പേഷ്യൻ്റ് ഹൈപ്പോടെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുന്നതാണ്. ആക്ഷൻ ഈസ് വാസോപ്രസർ. വാസോപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ടാൻ വേണ്ടി പ്രഷർ, ഹൈപ്പോടെൻഷനുള്ള പേഷ്യൻറ്റിന് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് അട്രോപ്പിൻ. ഡോസ് ഈസ് 1 to 1 milligram IV, മാക്സിമം ഓഫ് 3 milligram. അത്രയാണ്. റിപ്പീറ്റഡ് ഡോസ് ആവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കൊടുക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്രാഡികാർഡിയ. ഇഫ് ദർ ഈസ് എൻ ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ആൻഡ് അസിസ്റ്റോൾ, ദർ ഈസ് നോ സിസ്റ്റോളിക് കംപ്രഷൻ, മീൻ ഹാർട്ടിൽ പമ്പ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കാതൊക്കെ വരുന്ന സമയത്താണ് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അട്രോപ്പിൻ നമുക്ക് പഠിച്ചിട്ടുള്ള ഡ്രഗാണ്, പാരാസിമ്പതറ്റിക് ആയിട്ടുള്ള ഡ്രഗാണ്. ഓക്കെ, പാരാസിമ്പതോലൈറ്റിക് ഡ്രഗാണ്, ഒരു ആൻറ്റി കോളിനർജിക് ഡ്രഗാണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ എഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് നമ്മൾ ആൻറ്റി കോളിനർജിക് ഡ്രഗ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡ്രഗാണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡോപ്പമിൻ ആൻഡ് ഡോബ്യൂട്ടമിൻ. ഇപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇതിൽ തന്നെയുള്ള ഒരു ഇനോട്രോപ്പിക് ഡ്രഗാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനോട്രോപ്പിക് ഡ്രഗ്, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടുന്ന ഒരു ഡ്രഗാണ്. ഹൈപ്പോടെൻഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 2 to 20 microgram per kg per minute എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത്. സോ ഡോപ്പമിൻ ആൻഡ് ഡോബ്യൂട്ടമിൻ which an inotropic drugs. Also it is an beta agonist. Its action is they will increase the heart rate. Next one is sodium bicarbonate. സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അൻറ്റാസിഡിൻ്റെ കൂട്ടത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ IV ആയിട്ട് കൊടുക്കാറുള്ളത് സാധാരണഗതിയിൽ മെറ്റബോളിക് അസിഡോസിസ് വരുന്ന സമയത്താണ്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോഡി ഫ്ലൂയിഡിൽ ചേഞ്ചൊക്കെ വരുന്ന സമയത്ത്, മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു
ഡ്രഗ് സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, നൗ കമ്മിങ് ടു നെക്സ്റ്റ് ഡ്രഗ് ദാറ്റ് ഈസ് എസ്മലലോൾ. എസ്മലലോൾ നമ്മൾ ബീറ്റ ബ്ലോക്കർ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, അട്രിയൽ ഫിബ്രിലേഷൻ ഓർ അട്രിയൽ ഫ്ലട്ടർ എന്ന് പറയുന്ന അരിത്മിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യുക, അരിത്മിയ പോലെയുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അനദർ ബീറ്റ ബ്ലോക്കർ ഈസ് മെറ്റാപ്രലോൾ. 5 mg IV ആയിട്ടാണ് കൊടുക്കുക. ഇതിൽ പറയുന്ന എല്ലാ ഡ്രഗ്സുകളും മിക്കതും IV ആയിട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കാരണം നമ്മൾ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഡ്രഗ്സുകളൊക്കെ ഈ CPRൻ്റെ കൂടെ അല്ലെങ്കിൽ എമർജൻസിയിൽ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ഡ്രഗ്സ് എന്ന് പറയുന്നതൊക്കെ IV ആയിട്ടുള്ള ഡ്രഗ്സുകളായിരിക്കും. Then metoprolol, which is used for supraventricular tachycardia as well as myocardial infarction. Action, metoprolol also is an beta blocker, especially beta 1 selective blocker. ഇപ്പോൾ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹാർട്ടിന് കാർഡിയോ സ്പെസിഫിക് ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കറുകളും കൂടിയാണ് മെറ്റാപ്രലോൾ എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു നെക്സ്റ്റ് ഡ്രഗ് ദാറ്റ് ഈസ് ലിഗ്നോക്കെയിൻ. ലിഗ്നോക്കെയിൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ആൻറ്റി അരിത്മിക് ഡ്രഗാണ്. അതുപോലെ തന്നെ ഒരു ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് പഠിച്ചിട്ടുള്ള ഡ്രഗാണ് ലിഗ്നോക്കെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അരിത്മിയക്ക് വേണ്ടിയിട്ടാണ് CPRൻ്റെ സമയത്ത് അല്ലെങ്കിൽ എമർജൻസിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള അരിത്മിയയിൽ യൂസ് ചെയ്യുന്നതാണ്. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, പൾസ്ലെസ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ വിത്ത് എ പൾസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ ലിഗ്നോക്കെയിൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്ന ആൻറ്റി അരിത്മിക് ക്ലാസ് 1B ആൻറ്റി അരിത്മിക് ഡ്രഗ് ആണ്, വിച്ച് വിൽ സപ്രസ് വെൻട്രിക്കുലർ ആക്ടിവിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് പ്രൊക്കൈനമൈഡ്, അനദർ ആൻറ്റി അരിത്മിക് ഡ്രഗ് ആണ് പ്രൊക്കൈനമൈഡ് എന്ന് പറയുന്നത്. അതും വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ വിത്ത് പൾസ് എന്ന് പറയുന്ന കണ്ടീഷൻസിലാണ്, അങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, എല്ലാം അരിത്മിയാണ്. ഒന്നുകിൽ ഹാർട്ട് റേറ്റ് കൂടിയിട്ടാവാം അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കുറഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെയുള്ള എമർജൻസിയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ അരിത്മിയയിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. സോ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ദേ വിൽ ഡിക്രീസ് ദ മയോകാർഡിയൽ എക്സൈറ്റബിലിറ്റി ആൻഡ് കണ്ടക്ഷൻ വെലോസിറ്റി. സോ ദാറ്റ് ഈസ് ദ പ്രൊക്കൈനമൈഡ്. നൗ കമ്മിങ് ടു അനദർ ഡ്രഗ് ദാറ്റ് ഈസ് വാസോപ്രസിൻ. വാസോപ്രസിൻ എന്ന് പറയുന്നത് വേറൊരു ഡ്രഗാണ്. അതിന് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, പൾസ്ലെസ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. They will increase the peripheral vascular resistance. That is the action of vasopressin. Now another one is adenosine. Adenosine നമ്മൾ supraventricular tachycardia ആൻറ്റി അരിത്മിക് ഡ്രഗിൽ supraventricular tachycardia എന്ന് പറയുന്ന കണ്ടീഷൻസിൽ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ഡ്രഗും കൂടിയാണ് അഡിനോസിൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അഡിനോസിൻ. നൗ കമ്മിങ് ടു അമിയോഡറോൺ. അമിയോഡറോൺ എന്ന് പറയുന്നത് ventricular fibrillation, pulseless ventricular tachycardia, ventricular tachycardia with pulse and supraventricular tachycardia ഇങ്ങനെയുള്ള പല കണ്ടീഷൻസിലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്രിഡോമിനൻ്റ്ലി ക്ലാസ് 3 ആൻറ്റി അരിത്മിക് ഡ്രഗാണ് അമിയോഡറോൺ എന്ന് പറയുന്നത്. ക്ലാസ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റി അരിത്മിക് ഡ്രഗിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആൻറ്റി അരിത്മിക് ഡ്രഗിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഡ്രഗിൻ്റെ പേര് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, മെക്കാനിസം ഓഫ് ആക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അനദർ ഡ്രഗ് വിച്ച് ഈസ് എൻ മഗ്നീഷ്യം. മഗ്നീഷ്യം ആയിട്ട് തന്നെ നമ്മൾ ടോസ്ഡേ ഡി പോയിന്റ് എന്ന് പറയുന്ന അരിത്മിക് കണ്ടീഷൻസിൽ ഇറഗുലർ ആയിട്ടുള്ള ECG കിട്ടുന്ന ഒരു കണ്ടീഷനാണ് ടോസ്ഡേ ഡി പോയിന്റ് എന്ന് പറയുന്നത്. ഹൈപ്പോ മഗ്നീഷ്യ കൊണ്ടുണ്ടാവുന്ന കണ്ടീഷൻസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ടോസ്ഡേ ഡി പോയിന്റ് എന്ന് പറയുന്ന സീരിയസ് ആയിട്ടുള്ള അരിത്മിക് കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് മഗ്നീഷ്യം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ CPR ആൻഡ് എമർജൻസീസ്. അപ്പോൾ ഇതിൽ ജനറൽ ആയിട്ട് ആണ് ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് CPR എന്നുള്ളത് അറിഞ്ഞിരിക്കുക. CPR എന്ന് പറഞ്ഞത് ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള ടെക്നിക്കാണ്. അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമാണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകളൊന്ന് നോട്ട് ചെയ്യുക. എയർവേ ആദ്യം ടങ് ബാക്കിലോട്ട് പോകുന്നത് ബ്ലോക്ക് ചെയ്യുക. ദെൻ ബ്രീത്തിങ് ആർട്ടിഫിഷ്യലായിട്ട് മൗത്ത് ടു മൗത്തോ മൗത്ത് ടു നോസോ കൊടുക്കുക. സർക്കുലേഷൻ കാർഡിയാക് മസാജ് അല്ലെങ്കിൽ മാനുവൽ ഹാർട്ട് കംപ്രഷൻ കൊടുക്കുക. ദെൻ ഡ്രഗ് ആൻഡ് ഡീഫിബ്രിലേഷൻ ഇലക്ട്രിക്കലായിട്ട് അല്ലെങ്കിൽ ഡ്രഗ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ദ കമ്പോണന്റ് ഓഫ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. If there is hypoxia, we have to give oxygen administration and IV line administration for specific conditions.
then we have to monitor the ECG, and if it is required we have to go for endotracheal intubation. And these are some specific drugs: adrenaline, noradrenaline, atropine, dopamine, dobutamine, sodium bicarbonate, esmolol, metoprolol, lignocaine, procainamide, vasopressin, adenosine, amiodarone, magnesium. So that is all about drugs used in CPR and emergencies.